ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഹെൽപ്ലെസ് ആണ്. നമ്മളെ തേടി വരണം. നമുക്കിത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മെയിൽ ആക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് പ്രൊജക്ടുകൾ ഉണ്ടാക്കാം, ഞങ്ങൾക്ക് അതും പറ്റില്ല. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ആൻഡ് എനിക്ക് ഈ പറയുന്ന പോലെ പണ്ട് ബാക്ക് ടു ബാക്ക് ആയിരുന്നെങ്കിൽ ഇന്ന് ബാക്ക് ടു ബാക്ക് അല്ല. അതുകൊണ്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ഒരു എന്തോ ഒരു നിധി കിട്ടിയ പോലെ നമ്മൾ അതിനെ ഒരു നിധി തന്നെയായിരുന്നു നിലവിളിച്ചത്. 100% ഒരു സംശയം വേണ്ട. അങ്ങനെ ഒരു ബഷീറിയൻ കഥയും കഥാപാത്രങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ ഒരു ശ്രമവും കൂടെ നടത്തിയിട്ടുണ്ടാവില്ലേ? യെസ്. അപ്പൊ കുറെ വായനയും അങ്ങനെ എല്ലാ രീതിയിലും അദ്ദേഹത്തിന്റെ ഒരു ഭയങ്കര രസമുള്ള വേറെ രീതിയിലുള്ള ഒരു ആ ഒരു വട്ടുണ്ടല്ലോ, അത് നമുക്ക് അതിനോട് ഭയങ്കര കൊതി തോന്നും. അതായത് നമുക്കും അത്ര തന്നെ വട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതി തോന്നും. അവസ്ഥ ഭയങ്കര അതിൽ തന്നെ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഉന്മാദവും പിന്നെ ഈ പറയുന്ന പോലെ ആ ക്യാരക്ടറിന്റെ ഭയങ്കര ഹൈയിൽ നിന്ന് ഭയങ്കര ഒരു ഡിപ്രഷനിലേക്ക് പോയി. അങ്ങനെ പല ഒരു വല്ലാത്ത ഗ്രാഫാണല്ലോ ഭാർഗവിയുടെ. അത്രയും പ്രേമത്തിലും ഹാപ്പിനെസ്സിലും നിന്നിട്ട് അവിടെ നിന്നൊരു ഒറ്റ വീഴ്ചയാണല്ലോ. പിന്നെ അവസാനം വരെ അതിലാണ്. അപ്പൊ ഐ വാസ് ആക്ച്വലി പിന്നെ അതിന്റെ പാട്ടുകളും അതിന്റെ എഴുത്തും അതിന്റെ ലിറിക്സും ഒരു ഭയങ്കര ഒരു ജേർണി ആയിരുന്നു എനിക്കത്.